ഗുരുതരമായ കരൾ രോഗത്തോട് മല്ലിട്ട് നടൻ അഭയ് കിങ്കർ കൈയെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മലയാളത്തിലും അഭിനയിച്ചിരുന്നു. പരാജയപ്പെട്ടവരുടെ എണ്ണം വിജയിച്ചവരെക്കാൾ വളരെ കൂടുതലാണ് സിനിമാ മേഖലയിൽ. അത്തരം ഹൃദയഭേദകമായ നിരവധി കഥകളിൽ ഒന്നാണ് അഭിനയ് കിങ്കറുടെ. 44 വയസ്സുള്ള അഭിനയ് ഗുരുതരമായ കരൾ രോഗത്താൽ വലയുകയാണ്. ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്നു. ജോലിയില്ലാതെയും പരിചരിക്കാൻ ആരുമില്ലാതെയും അദ്ദേഹം തന്റെ ചികിത്സാ ബില്ലുകൾ അടയ്ക്കാനും അടിസ്ഥാന ജീവിത ചെലവുകൾ വഹിക്കാനും ബുദ്ധിമുട്ടുന്നു. കഴിഞ്ഞ വർഷം ഒരു അഭിമുഖത്തിൽ സർക്കാർ മെസ്സിൽ നിന്നുള്ള ഭക്ഷണത്തെയാണ് താൻ പലപ്പോഴും ആശ്രയിക്കുന്നതെന്ന് താരം പങ്കുവച്ചിരുന്നു. മലയാളിയായ അഭിനയ് അന്തരിച്ച പ്രശസ്ത നടി TP രാധാമണിയുടെ മകനാണ്. തമിഴ് മലയാളം ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രമുഖരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് TP രാധാമണി. രാമു കാര്യാട്ടിന്റെ 7 രാത്രികൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സിന്ദൂരച്ചെപ്പ എന്ന ചിത്രത്തിലെ തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് എന്ന പ്രശസ്ത ഗാനം രംഗത്ത് അവതരിപ്പിച്ചത് രാധാമണിയാണ്. ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായനത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു രാധാമണി. അടുക്കള എന്ന സിനിമ നിർമ്മിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു നടിയും കുടുംബവും. 2019 ക്യാൻസർ രോഗത്തെ തുടർന്നാണ് രാധാമണി മരണമടയുന്നത്. തമിഴിലായിരുന്നു അഭിനയ് കൂടുതലും അഭിനയിച്ചിരുന്നത്. 2002 ധനുഷ് നായകനായ തുള്ളുവതോ ഇളമൈ എന്ന സിനിമയിലൂടെയാണ് സിനിമയിലെത്തിയത്. സൊല്ലെ സൊല്ലെ ഇനിയും പലൈവനം തുടങ്ങി 15ഓളം സിനിമയിൽ അഭിനയിച്ചു. 2014 റിലീസ് ചെയ്ത വല്ലവനക്കും പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അവസാനം പ്രത്യക്ഷപ്പെട്ടത്. താരം മുമ്പ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. തുപ്പാക്കിയിൽ വിദ്യുത് ജമാലിനും പയ്യയിൽ മിലിന്ദ് സോമനും കാക്കമുട്ടയിൽ ബാബു ആന്റണിക്കും ശബ്ദം നൽകിയത് അഭിനയാണ്. മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് അഭിനയ്. കയ്യെത്തും ദൂരത്ത് എന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിലാണ് താരം അഭിനയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.